എന്തെനിക്കിപ്പോൾ പറ്റിയത് എന്ന് അവൾ ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കി, നിന്റെ ശരീരം ഇപ്പോൾ അവിടെ തന്നെയാണ്, പക്ഷെ നീ വേറെ യൂണിവേഴ്സിലുള്ള നിന്റെ ശരീരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നീയും ഞാനും ഈ യൂണിവേഴ്സിലുള്ളത് അവർക്കറിയില്ല. അതുപോലെ ഞാനും നിന്റെ ഹസ്ബൻഡ് അല്ല, അവന്റെ വേറെ യൂണിവേഴ്സിലുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം എവിലിൻ. അയ്യോ എന്തൊക്കെ പണി കിടക്കുമോ എനിക്ക് എന്ന് എവിലിൻ പറയുമ്പോൾ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കുറെ ദുഷ്ടശക്തികൾ ടോട്ടൽ മൾട്ടിവേഴ്സിലും വന്നിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ആക്കിയേ പറ്റും. അതിനു പറ്റിയ ആളെ കുറെ കാലങ്ങളായി ഞാൻ തിരയുകയാണ്. അവസാനം നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം യെല്ലോ ഡ്രസ്സിട്ട ലേഡി ഇടയിലൂടെ വന്നിട്ട്, ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും. എവിലിൻ ആകെ കൺഫ്യൂഷൻ ആവുന്നു. ആ മനസ്സിലാകുന്നുണ്ട് മാഡം എന്ന് എവിലിൻ പറയും. എന്ത് മനസ്സിലാകുന്നുണ്ടെന്നാ? ആവശ്യമില്ലാത്ത ബില്ല് എന്തിനാ ഇതിന്റെ ഇടയിലൂടെ തിരികെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. സോറി മാഡം, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് വെയ്മണ്ട് പറയും. അപ്പോൾ തന്നെ വേറെ യൂണിവേഴ്സിലുള്ള വെയ്മണ്ട് എവിലിനെ തിരിച്ചു കൊണ്ടുപോകും. വേറെ യൂണിവേഴ്സിലുള്ള ആളെ നമുക്ക് ഹീറോ 2 എന്ന് വിളിക്കാം. അങ്ങനെ ഹീറോ 2നോട് എവിലിൻ പറയും, നീ എന്തിനാ എന്നെ വിളിച്ചിട്ട് വന്നത്? എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അയാൾ പറയും, നിന്റെ പ്രശ്നങ്ങളെക്കാളും മൾട്ടിവേഴ്സ് ഇഷ്യൂ ആണ് ഇപ്പോൾ ഇമ്പോർട്ടന്റ്. നീ നിന്റെ ലൈഫിൽ തെറ്റായ തീരുമാനം എടുത്തതായിട്ടല്ലേ വിചാരിക്കുന്നത്? സത്യത്തിൽ അതാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഡോർ കൊട്ടുന്ന കേൾക്കുന്നു. നീ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട, ഈ യൂണിവേഴ്സ് നമ്മൾ കാണാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ കാണാൻ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോറിലൂടെ ഒരു കൈ വന്ന് ഹീറോ 2ന്റെ തല തിരിച്ചു കൊല്ലും. ആരാതെന്ന് എവിലി നോക്കുമ്പോൾ മറ്റേ മഞ്ഞക്കുപ്പായിട്ട് ലേഡിയാണത്. ഒരു വടിയും കൊണ്ട് എവിലിന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി കൊണ്ട് കൊടുക്കുമ്പോൾ അത് ഒറിജിനൽ ലെവലിന് എഫക്റ്റ് ആയി നിലവിളിച്ച് അവൾ എഴുന്നേൽക്കുന്നു. അത് കണ്ട ഓഡിറ്റർ ലേഡി, ഒരുപാട് പേടിക്കൊന്നും വേണ്ട, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയും. എവിലിൻ അവിടുന്ന് അവളുടെ പപ്പയെ വിളിച്ചിട്ട് പോകുമ്പോൾ ബാഗിൽ നിന്ന് ഒരു പേപ്പർ വെയ്മണ്ടിന് കിട്ടും. ഇതെങ്ങനെ അവളുടെ കയ്യിൽ വന്ന് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. എവിലിന്റെ പിന്നാലെ പോയിട്ട് വെയ്മണ്ട് ചോദിക്കും, ഇതുകൊണ്ടാണോ നീ ഇങ്ങനെ പെരുമാറുന്നേ? എന്തിനെ കുറിച്ചാണ് പറയുന്നേ എന്ന് എവിലിൻ ചോദിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു ഡിവേഴ്സ് പേപ്പർ അവന് നേരെ തിരിച്ചു പിടിച്ച് കാട്ടും. ഓ, നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയോ എന്ന് എവിലിൻ ചോദിക്കുമ്പോൾ, പിന്നല്ല, ഇത് ഞാനല്ല റെഡിയാക്കിയത് എന്ന് ഹീറോയും പറയും. വേറെ വഴിയില്ല എന്നൊക്കെ വെയ്മണ്ട് അവളോട് പറയുമ്പോൾ കറക്റ്റ് ടൈമിൽ മഞ്ഞ ഡ്രസ്സിട്ട ലേഡി അവരുടെ അടുത്തേക്ക് വരും. അതിനിടയിലൂടെ, നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാലേ, എപ്പോഴാ പ്രോപ്പറായിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കുന്നേ എന്ന് അവളുടെ പപ്പയും പറയും. അതൊക്കെ കേട്ട് ദേഷ്യം വന്ന എവിലിൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ മഞ്ഞ കുപ്പായിട്ട് ലേഡിക്ക് ഒരൊറ്റ കുത്താണ്ട് വെച്ചു കൊടുക്കും.